വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DCA-കാരുടെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമ്മൾ സെക്കൻഡ് സെമ്മുകാരുടെ 2023 തൊട്ട് തലേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ പാർട്ട് ബി, പാർട്ട് എ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് പാഠത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പാർട്ട് ബി 2 മാർക്കിന്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് z is equal to x² plus 3xy plus y minus 1 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഡോ z ബൈ ഡോ എക്സും ഡോ z ബൈ ഡോ വൈയും ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം z ആരുടെയൊക്കെ ഫംഗ്ഷൻ ആണെന്ന് നോക്കണം. എക്സിന്റെ വൈയുടെ, വേറെ വേരിയബിൾസ് ഒന്നുമില്ല, എക്സും വൈയും മാത്രമുള്ളൂ. അപ്പൊ ഡോ z ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ അടുത്ത വേരിയബിൾ y എന്ന് പറയുന്നത് എന്താവും, കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഡോ z ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് x² എന്താവും 2x ആയി. x² ഡെറിവേറ്റീവ് 2x പ്ലസ് 3xy ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എക്സിന്റെ മാത്രം നോക്കിയാൽ മതി, y അവിടെ കോൺസ്റ്റന്റ്, 3 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ് എന്നറിയാം. സോ 3xy എന്ന് പറയുന്നത് എന്താവും, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3y ആവും, പ്ലസ് yന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, y കോൺസ്റ്റന്റ് അല്ലെ. സോ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ പ്ലസ് y 0 ആയി, -1 0 ആയി. സോ ആൻസർ എത്രയാണ്, 2x പ്ലസ് 3y. അടുത്ത ഡോ z ബൈ ഡോ y, ഈ z വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. അപ്പം എക്സ് അല്ല എന്താവും, കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ x² ഡെറിവേറ്റീവ് 0, 3xy ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുമ്പോൾ എന്ത് വരും, 3x വരും അല്ലെ, കാരണം y യുടെ ഡെറിവേറ്റീവ് 1. സോ 3x പ്ലസ് y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1 ആണ്. സോ 3x പ്ലസ് 1. സോ ഇത്രയേ ഉള്ളൂ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് z is equal to x e raised to y plus y minus 1 എന്ന് തന്നിട്ടുണ്ട്. -1 അല്ല, +1 തന്നിട്ടുണ്ട്. z is equal to x e raised to y plus y plus 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ z ബൈ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. മീൻസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ, അപ്പൊ ഏത് ഓർഡർ നമുക്ക് ചൂസ് ചെയ്യാം. ആദ്യം ഡോ z ബൈ ഡോ വൈ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡോ z ബൈ ഡോ എക്സ്. ഞാൻ ഇവിടെ ഡോ z ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡോ z ബൈ ഡോ എക്സ് എന്ത് വരും, ഡോ z ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ z വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ ഡെറിവേറ്റീവ് 1 e raised to y ആയി. പിന്നെ y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്, 0 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0. സോ ഈ ഡോ z ബൈ ഡോ എക്സ് എന്താണ്, e raised to y. അടുത്ത നമുക്ക് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ കണ്ടുപിടിക്കണം അല്ലെ. ഡോ എക്സ് ഡോ വൈ എന്ന് പറയുമ്പോൾ ഈ ഡോ z ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു y പിന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ, ഇ റേസ് ടു വൈ തന്നെ. സോ ആൻസർ ഇ റേസ് ടു വൈ. ഇനി ഇത് നേരെ തിരിച്ചുള്ള ഓർഡറിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് ഞാനിപ്പോ ഡോ z ബൈ ഡോ എക്സ് അല്ല ആദ്യം കണ്ടുപിടിച്ചേ. ഇനി ഡോ z ബൈ ഡോ വൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡോ z ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡോ z ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്നതിന് വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്താ, എക്സ് കോൺസ്റ്റന്റ് ആ. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു വൈ, അതെന്താ, ഇ റേസ് ടു വൈ. അടുത്തത് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, അതെന്താണ്, 1 ആണ്. സോ എക്സ് ഇ റേസ് ടു വൈ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. ഇതാണ് ഡോ z ബൈ ഡോ വൈ. അടുത്ത് നമുക്ക് ആരെ വേണം, ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ് വേണം അല്ലെ. സോ ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈനെ വിത്ത് റെസ്പെക്ട് മീൻസ് ഡോ z ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സിന്റെ നോക്കണം അല്ലെ. സോ എക്സിന്റെ ഡെറിവേറ്റീവ് 1, അടുത്ത ബാക്കി കോൺസ്റ്റന്റ് ഇ റേസ് ടു വൈ പ്ലസ് 1 0 ആയി. സോ ആൻസർ എന്താണ്, ഇ റേസ് ടു വൈ. സോ ഏത് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിച്ചത്. സോ നിങ്ങൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രേറ്റ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മീൻസ് അവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല അറിയണം. അപ്പം ഈ 2 ഫംഗ്ഷൻ യുവും വിയും ആണെങ്കിൽ ഇന്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് യു ഡാഷ്. യു ഡാഷ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഓഫ് യു ഡാഷ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് ഡി എക്സ്. അപ്പൊ ഇതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല. അപ്പൊ യു സെലക്ട് ചെയ്യണം, വി സെലക്ട് ചെയ്യണം. അപ്പൊ യുവും വിയും സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഓൾറെഡി നമുക്കുണ്ട്. ദാറ്റ് ഈസ് I8 എന്നാണ് അതിന്റെ കോഡ് എന്ന് വരുന്നത്. I എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ്, L എന്ന് പറയുന്ന ലോഗരിതമിക് ഫംഗ്ഷൻ, A ആൾജിബ്രായിക് ഫംഗ്ഷൻ, T
ടി എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഇ എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നത്, ആദ്യം ഏതാണ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എക്സ് ഉണ്ട്, ഇ റേസ് ടു എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്, ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യം ആരാ കിടക്കുന്നത്, എ ആണ്, ഓൾജിബ്രായിക് ഫംഗ്ഷൻ. സോ ആദ്യത്തെ യു ഈസ് ഈക്വൽ ടു എന്തായിട്ട് സെലക്ട് ചെയ്യണം, യു ഈസ് ഈക്വൽ ടു എക്സ് എന്ന് സെലക്ട് ചെയ്യണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അത് എന്തായിട്ട് എടുക്കണം, വി ആയിട്ട് എടുക്കണം. വി ഈസ് ഈക്വൽ ടു എക്സ്, ഇ റേസ് ടു എക്സ്. ഈ ഇക്വേഷൻ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ ഇതെന്ത് വരും, യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ്, അതിന് പകരം എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ യു ഡാഷ്. ഇന്റഗ്രൽ യു ഡാഷ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു, ദാറ്റ് ഈസ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ത് തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെ രണ്ട് ഇന്റഗ്രലിന്റെ ഓർക്കണം, നിങ്ങൾ വിട്ടു പോകരുത്. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്താണ്, ഇ റേസ് ടു എക്സ് തന്നെ. സോ ഫൈനൽ ആൻസർ എന്താണ്, എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രേറ്റ് cos cube x into sin x dx. ഇന്റഗ്രേറ്റ് cos cube x into sin x dx. അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഞാൻ ഇന്റഗ്രൽ cos cube x sin x dx റിഡക്ഷൻ ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ട് അങ്ങ് ചെയ്തു പോവുകയാണ്. സോ cos cube x നെ എങ്ങനെ എഴുതി, cos x into cos square x എന്ന് എഴുതി. ഇനി cos square x ന് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്തു, 1 മൈനസ് sin square x. നമുക്ക് എപ്പോഴും നമ്മളിപ്പോ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ മാത്സ് കാർ ഉത്തരം പറയുന്ന ആൻസർ ആണ് sin square x പ്ലസ് cos square x is equal to 1. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് cos square x is equal to എന്ത് എഴുതാം, 1 മൈനസ് sin square x എന്ന് എഴുതാം. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ 1 മൈനസ് sin square x into sin x മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1 into sin x മൈനസ് sin square x into sin x sin cube x. അപ്പൊ ഇതെന്ത് വരും, ഇന്റഗ്രൽ cos x into sin x മൈനസ് sin cube x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് ഓപ്പൺ ചെയ്യാണ്, cos x into sin x മൈനസ് cos x into sin cube x dx. That is equal to ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്തു, ഇന്റഗ്രൽ cos x into sin x dx മൈനസ് ഇന്റഗ്രൽ cos x into sin cube x dx. ഇനി ഞാൻ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. is equal to sin x എന്ന് എഴുതി. അപ്പൊ du is equal to എന്ത് വരും, cos x dx എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ cos x dx du ആയി, sin x എന്ന് പറയുന്നത് u ആണ്. സോ ഇന്റഗ്രൽ u du മൈനസ് ഇവിടെ cos x dx du, sin cube x എന്ന് പറയുമ്പോൾ എന്ത് വരും, u ക്യൂബ് du. സോ ഇന്റഗ്രൽ u du മൈനസ് ഇന്റഗ്രൽ u ക്യൂബ് du. ദാറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് യു ക്യൂബിന്റെ ഇന്റഗ്രൽ u റേസ് ടു 4 ബൈ 4 പ്ലസ് സി. ഇവിടെ തീർക്കരുത്, യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. u ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. സോ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് യു റേസ് ടു 4 ബൈ 4 എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു 4x ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും കൂടെ കൊടുക്കണം. സോ ഇതാണ് ആൻസർ വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രേറ്റ് 1 മൈനസ് 6x സ്ക്വയർ y ഓവർ ദ റെക്ടാംഗുലർ റീജിയൻ തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 തൊട്ട് 2 വരെ, വൈയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട് -1 തൊട്ട് 1 വരെ. അപ്പൊ നമ്മളോട് ഇന്ന ഓർഡർ ആണ്, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പക്ഷെ ലിമിറ്റ്സ് കൊടുക്കുന്ന മാറിപ്പോവരുത്. മീൻസ് ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് എഴുതിയിട്ട് ആദ്യം കൊണ്ടുപോയിട്ട് വൈഡ് ലിമിറ്റ്സ് എഴുതരുത്. വൈഡ് ലിമിറ്റ്സ് എന്താണ്, -1 തൊട്ട് 1 വരെ. അപ്പൊ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് ആരുടെ എഴുതണം, എക്സിന്റെ ലിമിറ്റ് എഴുതണം. അങ്ങനെയൊക്കെ എഴുതി ആൻസർ തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. സോ ഡബിൾ ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ -1 to 1 1 മൈനസ് 6x സ്ക്വയർ y dx dy. സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ഇന്റഗ്രേഷൻ ചെയ്യണം. സോ ആദ്യം വൈയുടെ ലിമിറ്റ്സ് അങ്ങനെ തന്നെ എഴുതി, ഇന്റഗ്രൽ -1 to 1 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആണ്. 6x സ്ക്വയർ വൈയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ മാത്രം ഇന്റഗ്രൽ നോക്കിയാൽ മതി, ബാക്കി എല്ലാം കോൺസ്റ്റന്റ്. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. സോ 6 into x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 into y ഫ്രം 0 to 2 dy. ലിമിറ്റ്സ് കൊടുക്കാൻ മറന്നു പോവരുത്.
0 to 2 dy. So that is equal to 6/3 എന്ന് പറയുന്നത് 2 ആവും അല്ലെ. അടുത്ത നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുകയാണ്. 2 മൈനസ് 6/3 എന്ന് പറയുന്നത് 2 ആയി. 2 ക്യൂബ് എന്ന് പറയുന്നത് 8, എക്സിന് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് ആയി. സോ 2 ക്യൂബ് 8 into 2 16. സോ 2 മൈനസ് 16y into dy. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ 2ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y 2y ആണ്. 16yയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 2y മൈനസ് 16y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫ്രം -1 to 1 ലിമിറ്റ് കൊടുക്കാൻ മറന്നു പോവരുത്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. y ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. So 2 into 1 2 minus 16 into 1 square, that is 16 divided by 2 8. So 2 minus 8 minus upper limit minus I, ഇനി lower limit y ക്ക് minus 1 കൊടുക്കണം. So 2 into minus 1 minus 2 minus 16 into minus 1 square, minus 1 square 1 ആയി. So minus 16 divided by 2, that is equal to minus 2 minus 8 എത്രയാണ്, minus 6 plus minus 2 minus 8 എത്രയാണ്, -10. -10 ഇവിടെ ഒരു മൈനസ് +10. സോ -6 + 10 ആൻസർ എത്രയാണ്, 4. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ എളുപ്പമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ ഐട്രേറ്റഡ് ഇന്റഗ്രൽ ഫോർ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ over the region bounded by y is equal to root x, y is equal to 0 and x is equal to 9 using both vertical and horizontal cross sections. അപ്പം നമുക്ക് ആദ്യം ആ റീജിയൻ ഒന്ന് വരയ്ക്കണം. അപ്പൊ റീജിയൻ വരച്ചിട്ട് നമ്മൾ ഐട്രേറ്റഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എയിൽ ആറിന്റെ ലിമിറ്റ്സ് എഴുതുന്ന ഇന്റഗ്രലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐട്രേറ്റഡ് ഇന്റഗ്രലിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം, അതിന്റെ റീജിയൻ ഒന്ന് അറിയണം. റീജിയൻ അറിഞ്ഞാലേ നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കർവുകളൊക്കെ ഒന്ന് നോക്കണം. y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് തന്നിട്ടുണ്ട്, അതുപോലെ y ഈസ് ഈക്വൽ ടു 0 ആൻഡ് x ഈസ് ഈക്വൽ ടു 9. ഈ 3 ബൗണ്ടറീസ് ആണ് നമുക്ക് റീജിയന്റെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സിന്റെ സിമ്പിൾ ആയിട്ട് വേഗം വരയ്ക്കണം. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് കൊടുത്തു. x ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 0 വരും. x ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്ന റൂട്ട് 1 വരും. അടുത്തത് x ഈസ് ഈക്വൽ ടു 4. നമ്മൾ ഓർത്ത് നോക്കണം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഹോൾ നമ്പേഴ്സ് കിട്ടും. അല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരും, പോയിന്റ് നമ്പേഴ്സിലേക്ക് പോകും. അത് പോകണ്ട, അതുകൊണ്ടാണ്. സോ എക്സ് 4 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു റൂട്ട് 4, ദാറ്റ് ഈസ് 2 വരും. അടുത്തത് x ഈസ് ഈക്വൽ ടു 9 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 3 വരും. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് ഞാൻ കറക്റ്റ് മെഷർമെന്റ് എടുത്തൊന്ന് വരച്ചിട്ടുണ്ട്, കാരണം അത് കറക്റ്റ് ആ ഒരു ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ x ഈക്വൽ ടു 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അടുത്ത x ഈസ് ഈക്വൽ ടു 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇത് വരും. x ഈസ് ഈക്വൽ ടു 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇത്. അടുത്തത് x ഈസ് ഈക്വൽ ടു 4 2. x ഈസ് ഈക്വൽ ടു 4 2 എന്ന് പറയുമ്പം ഇത് 4 2 എന്ന് പറയുമ്പം y ആക്സിസിൽ 2. സോ x ഈസ് ഈക്വൽ ടു 4 2 ഈ ഒരു പോയിന്റ് വരും. അടുത്ത x ഈസ് ഈക്വൽ ടു 9 3 വേണം. x ഈസ് ഈക്വൽ ടു 9 3 എന്ന് പറയുമ്പോൾ ഇതാണ് 9. അടുത്തത് 3 മെഷർമെന്റ് എടുക്കുക, 3 ഈ ഒരു പോയിന്റ്. സോ ഇതാണ് 9 3 എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതൊന്ന് നമ്മൾ ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്തു. കറക്റ്റ് മീൻസ് സ്ട്രെയിറ്റ് ലൈൻ ഒന്നും അല്ല, ഇതൊരു കർവാണ്. സോ ഇങ്ങനെ ഏകദേശം ഈ ഒരു ഷേപ്പ് വന്നു. അടുത്ത നമുക്ക് വേണ്ടത് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഏതാണ്, ഇതാണ്. ഈ എക്സ് ആക്സിസ് ആണ് y ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ കർവ് വരച്ചപാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കർവിന് ആ കർവിന്റെ ഇക്വേഷൻ എഴുതുക, കാരണം മാറിപ്പോകും. സോ y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എഴുതി. ഇത് തന്നെയാണ് എന്ത്, y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. എക്സ് ആക്സിസ് ആണ് നമ്മുടെ y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. അടുത്ത നമുക്ക് ഏത് വേണം, x ഈസ് ഈക്വൽ ടു 9. x ഈസ് ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ ഇതാണ് x ഈസ് 9 എന്ന് പറയുന്ന പോയിന്റ്. സോ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് വരിക. x ഈസ് ഈക്വൽ ടു 9, ഇതാണ് നമ്മുടെ x ഈസ് ഈക്വൽ ടു 9 എന്ന് പറയുന്ന കർവ്. അപ്പൊ നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആയി. ഇനി ഇതിന്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. ലിമിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം, ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ടുള്ള കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈ ഒരു ഞാനിപ്പോ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഏരിയയാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ് ആണ് അല്ലെ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലായിട്ട് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വേറെ ഇങ്ക് കൊണ്ട് വരയ്ക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. സോ വേറെ ഒരു ഇങ്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്.
സോ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഈ എക്സ് ആക്സിസിന്റെ ഇൻക്രീസിംഗ് ഡയറക്ഷനിലായിരിക്കണം ആ ഒരു ലൈൻ പോവേണ്ടത്. അപ്പൊ അങ്ങനെ ആ ലൈൻ പോയി. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആക്സിസിന് മീൻസ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ലൈൻ വരച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ എക്സ് ആക്സിസിനല്ലേ പാരലൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു, എന്നിട്ട് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ നമ്മൾ ആദ്യം ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത് എക്സിന്റേതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ റീജിയനിലേക്ക് കേറുന്ന പോയിന്റ് എൻറ്റർ ചെയ്യുന്ന പോയിന്റിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, അതുപോലെ ലീവ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ റീജിയനെ ഈ ഒരു ലൈൻ ലീവ് ചെയ്യുന്നത് മീൻസ് വിട്ടു പോകുന്നത് എവിടെയാ, ഇവിടെയുമാണ് അല്ലെ. അപ്പൊ ഇത് എൻറ്റർ ചെയ്യുന്ന പോയിന്റും ഇത് ലീവ് ചെയ്യുന്ന പോയിന്റും, എൻറ്റേഴ്സ് ഇത് ലീവ്സ് അല്ലെ. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിൽ എക്സിന്റെ വാല്യൂ അതാണ് നമ്മുടെ എക്സിന്റെ ലിമിറ്റ്സ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കർവാണ്. അപ്പൊ ഈ കർവ് y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. സോ ഇവിടെ എന്താ എൻറ്റർ സെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കിട്ടി. സോ എൻറ്റർ സെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ലീവ് സെറ്റ് ഇവിടെ ഈ ലൈൻ ഏതാ, എക്സ് ഈസ് ഈക്വൽ ടു 9 ആ. അപ്പം എക്സ് ഈക്വൽ ടു 9 നമുക്ക് എക്സിന്റെ ലിമിറ്റ് വേണ്ടേ അല്ലെ. സോ ലീവ് സെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 9. സോ എക്സിന്റെ ലിമിറ്റ്സ് നമുക്കായി. സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയറും എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ തൊട്ട് എക്സ് ഈസ് ഈക്വൽ ടു 9 വരെയാണ് എക്സിന്റെ ലിമിറ്റ്സ്. ഇനി ഇങ്ങനെ ഈ ലൈനില്ലേ, ഈ ഒരു ഒറ്റ ലൈനാണ് നമ്മൾ വരച്ചത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്ര ലൈൻ വരച്ചു കഴിഞ്ഞാൽ വൈ മീൻസ് നമ്മുടെ റീജിയനെ കവർ ചെയ്യും. അപ്പൊ വൈയുടെ ലിമിറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ വരച്ച് മീൻസ് ഇങ്ങനെ നമ്മൾ ന്യൂമറസ് ആയിട്ട് വരച്ച് ഈ ഒരു പോയിന്റ് വരെ ലൈൻ വരയ്ക്കണം. ഈ ഒരു പോയിന്റ് ഈ ഒരു വൈ എക്സ് ആക്സിസ് വരെയും വരയ്ക്കണം. അപ്പൊ വൈയുടെ ലിമിറ്റ്സ് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും. y ഈസ് ഈക്വൽ ടു 0 തൊട്ട് y ഈസ് ഈക്വൽ ടു ഈ ഒരു പോയിന്റ് ഏതാണെന്ന് നോക്കണം. അപ്പൊ ഈ പോയിന്റ് ഏതായിരുന്നു, നമ്മുടെ 9 3 ആയിരുന്നു അല്ലെ. അപ്പൊ അവിടെ y ഈസ് ഈക്വൽ ടു എത്രയാ, 3 ആണ്. സോ y എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും. y ഈസ് ഈക്വൽ ടു 0 to y is equal to 9. സോ നമ്മുടെ ഐട്രേറ്റഡ് ഇന്റഗ്രൽ നമുക്കിനി എഴുതണം. ലിമിറ്റ്സ് കിട്ടി അല്ലെ. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ഈസ് ഈക്വൽ ടു നമ്മൾ ലിമിറ്റ്സ് എഴുതാൻ പോവാണ്. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ട് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സിന്റെ ലിമിറ്റ്സ് എന്താണ്, വൈ സ്ക്വയർ തൊട്ട് എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ടു എക്സ് ഈസ് ഈക്വൽ ടു 9. അടുത്തത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു 0 ടു വൈ ഈസ് ഈക്വൽ ടു 9. ആദ്യത്തെ ഐട്രേറ്റഡ് ഇന്റഗ്രൽ ആണ്. അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ വെച്ചിട്ടുള്ളത് ഐട്രേറ്റഡ് ഇന്റഗ്രൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തത് ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലൽ വരച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ യൂസ് ചെയ്യാനായിട്ട് വെർട്ടിക്കൽ ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മുടെ റീജിയനിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. ഞാൻ ഇതിന്റെ മുകളിൽ തന്നെയാണ് വരയ്ക്കുന്നത്. സോ നമുക്ക് ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം, നമ്മുടെ റീജിയനിലൂടെ കടന്നു പോകണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ലൈൻ വരച്ചു. അത് ഏത് ഡയറക്ഷനിൽ പോകണം, y ഈസ് ഈക്വൽ ടു y ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ. നിങ്ങൾക്കറിയാം മുകളിലേക്കാണ് y ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. സോ y ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് വേണം, നമ്മുടെ റീജിയനിലേക്ക് കയറുന്ന വൈയുടെ പോയിന്റും മീൻസ് ലീവ് ചെയ്യുന്ന പോയിന്റും ഇതാണ് നമ്മുടെ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ് അല്ലെ. എൻറ്റർ സെറ്റ് ഇവിടെ എൻറ്റർ സെറ്റ് വൈയുടെ ലിമിറ്റ്. ഇവിടെ നമ്മുടെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്, dy dx ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആ ചെയ്യേണ്ടത്, കാരണം വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ y ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത്. സോ എൻറ്റർ സെറ്റ് y ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് ആണ് ലീവ് ചെയ്യുന്നത്. ലീവ് സെറ്റ് y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് വൈയുടെ ലിമിറ്റ്സ് കിട്ടി. y എവിടം തൊട്ട് എവിടം വരെ, y ഈസ് ഈക്വൽ ടു 0 ടു y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അടുത്ത എക്സിന്റെ ലിമിറ്റ്സ് വേണം. അപ്പൊ ഇങ്ങനെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് നമുക്ക് ഈ ഇവിടം തൊട്ട് ഇവിടം വരെ കവർ ചെയ്യണം അല്ലെ. അപ്പൊ എന്തോരം വരച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഈക്വൽ ടു ഈ ഒരു പോയിന്റ് ഏതാ 9 ആണ്. സോ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 9 വരെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീജിയനെ മുഴുവൻ നമുക്ക് കവർ ചെയ്യാം. സോ എക്സിന്റെ ലിമിറ്റ്സ് കിട്ടി, വൈയുടെ ലിമിറ്റ്സ് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് ഇന്റഗ്രൽ എഴുതാനായിട്ട് പറ്റണം. സോ ഇന്റഗ്രൽ ഐട്രേറ്റഡ് ഇന്റഗ്രൽ ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ഈസ് ഈക്വൽ ടു ആദ്യം ഏത് ഓർഡർ എഴുതിക്കോളുക, dy dx. എന്നിട്ട് വൈയുടെ ലിമിറ്റ്സ് എന്താണ്, y ഈസ് ഈക്വൽ ടു 0 ടു y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അടുത്തത് x ഈസ് ഈക്വൽ ടു 0 ടു x ഈസ് ഈക്വൽ ടു 9. സോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്.
12ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 2/2 മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 5412 എന്ന് പറയുന്ന 2/2 മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനത്തെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് എഴുതാൻ അല്ലെങ്കിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ i എന്ന് പറയുന്നത് ഇവിടെ 2/2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. സോ i എന്ന് പറയുന്നത് 2/2 ഓർഡറുള്ള യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കും. 1 0 0 1. സോ ഇത് ലാംഡ i എന്ന് പറയുമ്പോൾ എന്ത് വരും? ലാംഡ 0 0 ലാംഡ. അപ്പോ നമുക്ക് a മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ഈ എന്റെ ഡയഗണൽ എലമെന്റ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് 5നോട് എത്ര കുറയ്ക്കും? മൈനസ് ലാംഡ. ഇനി അടുത്ത് 2നോട് എത്ര കുറയ്ക്കും? ലാംഡ കുറയ്ക്കും. ബാക്കിയെല്ലാം ഒരുപോലെ. സോ 5 മൈനസ് ലാംഡ 4 1 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇത് ഡിറ്റർമിനന്റ് ആണ്. സോ 5 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 into 2 ഓരോ എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 2 10 മൈനസ് 5 into ലാംഡ 5 ലാംഡ മൈനസ് ലാംഡ into 2 മൈനസ് 2 ലാംഡ മൈനസ് ലാംഡ into മൈനസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് 4 ഉണ്ട്. മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 7 ലാംഡ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ലാംഡ ഈസ് ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a സോൾവ് ചെയ്യുന്നു. ഫൈനൽ ആൻസർ എത്ര കിട്ടും? ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 6 അല്ലെങ്കിൽ 1. സോ ഐഗൻ വാല്യൂസ് മാത്രമാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഐഗൻ വാല്യൂസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഡെഫിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ സിമിലാരിറ്റി ഓഫ് മെട്രിസസ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അതിന്റെ ഡെഫിനേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന സിമിലാരിറ്റി ഓഫ് മെട്രിസസ് ആണ്. എങ്കിൽ പോലും ഇതിന്റെ കറസ്പോണ്ടിങ് അടുത്ത് വരുന്ന ഡെഫിനേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കണം. സിമിലാരിറ്റി ഓഫ് മെട്രിസസ് ഉണ്ട്, ഇക്വലൻസി ഓഫ് മെട്രിസസ് ഉണ്ട്, ഈക്വൽ മെട്രിസസ് ഉണ്ട്, ഇക്വലൻ മെട്രിസസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. സിമിലാരിറ്റി മെട്രിസസിന്റെ സിമിലാരിറ്റി എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? രണ്ട് മെട്രിസസിന്റെ ഐഗൻ വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെട്രിസസ് സിമിലർ ആണ് എന്ന് പറയാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എഴുതുന്ന ക്വസ്റ്റ്യൻ ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ പാർട്ട് 1 ഞാൻ ഇതേ ക്വസ്റ്റ്യൻ അല്ല വേറെ ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട് അതിന്റെ മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള. അതും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് 1 വീഡിയോയിലും ഞാൻ ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എഴുതുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതും കൂടെ എടുത്ത് കാണുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഇതേ രീതിയിലല്ല അവിടെ ക്വാഡ്രാറ്റിക് ഫോം തന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ കാണുന്നവർ തീർച്ചയായിട്ടും ആ 2 വീഡിയോസും കൂടി എടുത്ത് കാണുക. വീഡിയോസ് എന്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ ഡിഗ്രി ക്ലാസ്സസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോയാൽ മതി. അതിന്റെ തംബ്നെയിലിൽ തന്നെ പാർട്ട് 1 പാർട്ട് 2 ഏതൊക്കെയാണ്, ഏതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുള്ളതെല്ലാം നോക്കി അതെടുത്ത് ക്വസ്റ്റ്യൻ കാണുക കേട്ടോ. സോ നമുക്ക് ഇതിന്റെ ക്വാഡ്രാറ്റിക് ഫോം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിൽ എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കിയേ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പൊ 3 വേരിയബിൾസ് ആണ്. അപ്പൊ കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഫോം എന്തായിരിക്കും? കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഞാനൊരു 3/3 മെട്രിക്സ് എഴുതാൻ കണക്കിന് ഒരു കോളം വരച്ചു. എന്നിട്ട് ഇത് റഫായിട്ട് ആദ്യം എഴുതി നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ഫൈനലി കൊടുത്താൽ മതി. therefore the required matrix is given by എന്ന് പറഞ്ഞ് വൃത്തിക്ക് എഴുതുക. സോ ഇത് ഞാൻ എഴുതുന്നത് XYZ പെൻസിൽ വെച്ചിട്ട് മുകളിലും താഴെയും XYZ എന്ന് എഴുതി. ഇനി ഇത് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എന്നിട്ട് അവസാനം ഈ പെൻസിൽ വെച്ച് എഴുതിയത് മായ്ച്ചു കളയണം. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതുന്നത് നോക്കാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിൽ XYയുടെ ടേം ഉണ്ട്, YZന്റെ ടേം ഉണ്ട്, ZXന്റെ ടേം ഉണ്ട്. XYന്റെ ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെട്രിക്സിൽ XY പൊസിഷൻ നോക്കണം. അപ്പൊ ഇവിടെ XY പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ XY ഇതാണ് ഒരു XY പൊസിഷൻ. അടുത്ത XY പൊസിഷൻ എന്താ? ഇവിടെ നിന്ന് X, ഇവിടെ നിന്ന് Y. ഇതൊരു XY പൊസിഷൻ ആണ്. സോ ഇത് രണ്ടുമാണ് XY പൊസിഷൻ. സോ XY പൊസിഷനിൽ എന്താ ഉള്ളത്? XYയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാ? 2 ആണ് അല്ലെ. പക്ഷെ ഇവിടെ 2 പൊസിഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത്
ചെയ്യണം, ഈ 2നെ ഈക്വലി അങ്ങ് ഡിവൈഡ് ചെയ്തു. 2ന്റെ പകുതി എത്രയാണ്? 1. സോ ഇവിടെ രണ്ടിടത്ത് നമ്മൾ എന്ത് എഴുതി? 1 എഴുതി. അടുത്ത ടേബിൾ എന്ന് പറയുന്നത് YZ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ മെട്രിക്സിൽ YZ പൊസിഷൻ നമ്മൾ നോക്കണം. YZ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ Y, ഇവിടെ നോക്കുമ്പോൾ Z. സോ ഇതൊരു YZ പൊസിഷൻ ആണ്. അതുപോലെ തന്നെ അടുത്ത YZ പൊസിഷൻ ഏതാ? ഇവിടെ നോക്കുമ്പോൾ Y, ഇവിടെ നോക്കുമ്പോൾ Z. സോ ഇതൊരു YZ പൊസിഷൻ ആണ്. സോ അവിടെ നമ്മൾ എന്ത് എഴുതണം? YZന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. സോ 2നെ ഈക്വലി ഡിവൈഡ് ചെയ്തു. ഇവിടെയും 1 എഴുതി, ഇവിടെയും 1 എഴുതി. അടുത്തത് 2ZX. അപ്പൊ നമുക്ക് ZX പൊസിഷൻ ഏതൊക്കെയാ നോക്കണം. ഇവിടെ Z, ഇവിടുന്ന് Z, ഇവിടുന്ന് X. സോ ഇതൊരു ZX പൊസിഷൻ ആണ്. ഇവിടുന്ന് Z, ഇവിടുന്ന് X. ഇതൊരു ZX പൊസിഷൻ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ZX പൊസിഷൻ ഇവിടെ കോഎഫിഷ്യന്റ് 2 ആണ്. സോ ഇത് 1 ആണ്, ഇത് 1 ആണ്. ഇനി നമുക്ക് 3 പൊസിഷൻ ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഈ ഡയഗണൽ പൊസിഷൻ. ഇവിടെ XX പൊസിഷൻ X² ടേം ഇല്ല, Y² ടേം ഇല്ല, Z² ടേം ഇല്ല. സോ അതെന്ത് നമുക്ക് എഴുതാം? ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് 0 0 0 എന്ന് എഴുതാം. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള മെട്രിക്സ്, തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ്. എഴുതിയവർ മനസ്സിലായിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ 2 ക്വസ്റ്റിനും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 ക്വസ്റ്റിനും കൂടെ എടുത്ത് കാണുക. കാരണം ഇങ്ങനെയുള്ളതല്ല, X² Y² ഒക്കെ ടൈം വന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം ആണ് ആ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് അത് കാണണം എന്നെടുത്ത് പറയുന്നത് കേട്ടോ. പാർട്ട് ബിയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയർ മെട്രിക്സിനും അതിന്റെ ട്രാൻസ്പോസിനും സെയിം ഐഗൻ വാല്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നമ്മൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ പ്രൂഫാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ഒരു സ്ക്വയർ മെട്രിക്സ് എ എടുത്തു. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ലെറ്റ് ആ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ ആയിട്ട് എന്ത് പറഞ്ഞു? ലാംഡ എന്ന് പറഞ്ഞു. അപ്പം എയുടെ ഐഗൻ വാല്യൂ ആണ് ലാംഡ എങ്കിൽ നമുക്ക് ഡെഫിനേഷൻ വെച്ചിട്ട് എന്ത് പറയാം? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ എയുടെ ഐഗൻ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എയുടെ ഐഗൻ വാല്യൂ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ട്രാൻസ്പോസിന്റെയും ഐഗൻ വാല്യൂ എന്താന്ന് പ്രൂവ് ചെയ്യണം? ലാംഡ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ലാംഡ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിന്റെയും ഐഗൻ വാല്യൂ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനന്റ് സെയിം ആണ്. അപ്പൊ ആ ഐഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ലാംഡ കോൺസ്റ്റന്റ് ആണ്, ഐ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഐ ആണ്. സോ എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ എന്ന് വരും. സോ നൗ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്. സോ ഇതും ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഐ എന്ന് വരും. ഇനി നമുക്കറിയാം ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനന്റ് സെയിം ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഹോൾ ട്രാൻസ്പോസിന്റെയും എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. സോ ഇതിന് പകരം നമുക്ക് ഇത് എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് എഴുതാം. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. സോ നമ്മളിവിടെ ഓൾറെഡി ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതും എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലാംഡ എന്ന് പറയുന്ന എയുടെ ഐഗൻ വാല്യൂ ആണ്. സോ ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലാംഡ ഈസ് ഓൾസോ ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ആർ സെയിം. സോ നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്ക് ഇവാലുവേഷൻ ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏത് പാടത്തിൽ എന്നുള്ളതാണ് നമുക്ക് അറിയണം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അതിവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്ന പാഠം. സോ അത് 6ാമത്തെയും 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഫോർമുല, ഇന്റഗ്രേഷന്റെ റിഡക്ഷൻ ഫോർമുലാസ് ഒക്കെ വരുന്ന പാഠമാണ്. അപ്പം അത് 8ാമത്തെയും 9ാമത്തെയും ക്വസ്റ്റ്യൻ 2ാമത്തെ യൂണിറ്റിനാണ്. അടുത്ത പാഠം യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ സെക്ഷൻ ആണ്. പോളാർ ഇന്റഗ്രലും കാർട്ടീഷ്യൻ ഇന്റഗ്രൽ അതൊക്കെ വരുന്ന ഒരു സെക്ഷൻ പാഠമാണ്. സോ 3ാമത്തെ യൂണിറ്റിൽ നിന്ന് 10ാമത്തെയും 11ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അടുത്ത 4ാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 4ാമത്തെ
നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര മെട്രീസസിന്റെ ഒക്കെ പാഠമാണ്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? 12, 13, 14, 15 ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നാലാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്ത പാർട്ട് സിയും ഡിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഈ ഒരു മാർക്ക് അനാലിസിസ് നമുക്ക് വാലുവേറ്റ് ചെയ്യാം. സോ ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കേട്ടോ.